കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി പഞ്ചായത്തിലെ മേലെ പൊന്നാം കയത്ത് കഴിഞ്ഞ ദിവസം കൃഷിയിടത്തിൽ കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷികൾ നശിപ്പിച്ചു. മണിക്കൊമ്പിൽ ജോസുകുട്ടി, പുളിയാനിപ്പുഴയിൽ മോഹനൻ, കണ്ണന്താനത്ത് സജി ഇവരുടെ കവുങ്ങ്, ജാതി, വാഴ, കൊക്കോ എന്നിവയാണ് നശിപ്പിച്ചത്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ മേഖലയിൽ കാട്ടാന ശല്യത്തിൽ പേടിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിൽ പകച്ചു നിൽക്കുകയാണ് ഈ പ്രദേശവാസികൾ. കാട്ടാനയ്ക്കും കാട്ടുപന്നിക്കും പുറമെ കുരങ്ങും വ്യാപകമായി കൃഷി നശിപ്പിച്ചതോടുകൂടി എന്തു ചെയ്യണമെന്നറിയാതെ കർഷകർ വലയുകയാണ്. ഇത് കാട്ടാനക്കൂട്ടം ഇറങ്ങിയതാണ്. ഇറങ്ങിയിട്ട് ജാതി, കവുങ്ങ്, തെങ്ങ്, പിന്നെ കൊക്കോയ്, ഏലം, റബ്ബർത്തയ്യ്, കാർഷിക വിളവ് മുഴുവൻ നശിപ്പിച്ചു. ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് റേഞ്ചർ ഒന്ന് നോക്കി പോയിട്ടുണ്ട്. അല്ല യാതൊരു നടപടിയുടെ സ്വീകരിച്ചില്ല. ആ സോളാർ ഫെൻസിംഗ് ആണ് ഫുള്ള് കളഞ്ഞേക്കുക. സ്വന്തമായിട്ട സോളാർ ഫെൻസിംഗ് സർക്കാരിന്റെ ഒരു പൈസ പോലും അതിനകത്ത് കിട്ടിയിട്ടില്ല. വൈകുന്നേരം സന്ധ്യ 6 മണിയാകുമ്പോഴത്തേനും ആന ഇറങ്ങും. പിന്നെ നമ്മൾ മുറ്റത്താണ് അടുക്കള വശത്ത് വന്ന് കഴിഞ്ഞ ദിവസം മാവ് കുലുക്കി മാങ്ങ പറിച്ച് അന്ന് കതക് തുറക്കാൻ പറ്റില്ല, പേടിയാണ്. കതക് തുമ്പിക്കൈ നീട്ടിയാൽ നമ്മളെ പിടിക്കുക. അത്രയും അടുത്താണ് ആന വരുന്നത്. പിന്നെ വാഴ ഉള്ളിടത്തോളം വാഴ മുഴുവൻ നശിപ്പിച്ചു. നമുക്ക് ഒരാളെ വിളിച്ചാലും കിട്ടിയ റേഞ്ചില്ല. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 6:30യോടുകൂടി കൂട്ടമായിട്ടിറങ്ങിയ കാട്ടാന പ്രദേശത്ത് നാശം വിതച്ചു. താമരശ്ശേരി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഡെപ്യൂട്ടി റേഞ്ചർ സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.